വിനാശകാലേ വിപരീത ബുദ്ധി എന്ന പഴഞ്ചൊല്ല് ഇപ്പോൾ മോഡിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. 441 സീറ്റുകളിൽ മാത്രം മത്സരിച്ച് 400+ സീറ്റുകൾ അവകാശപ്പെടുന്ന BJPയുടെ കണക്കുകൾ ശരിയാവണമെങ്കിൽ ബംഗാൾ, തമിഴ്നാട്, കേരളം, തെലങ്കാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ 111 സീറ്റുകൾ തൂത്തുവാരേണ്ടി വരും. അതുണ്ടാകില്ലെന്ന് മാത്രമല്ല, കയ്യിലിരിക്കുന്നത് ചിലത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയേണ്ടി വരിക ഇവിടെയാണ്. ഒരു പഴഞ്ചൊല്ലുകൂടി ഓർമ്മ വരുന്നു. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്നതാണ് ആ പഴഞ്ചൊല്ല്. ശരിക്കും ഇന്ത്യ മുന്നണി തിളങ്ങുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഇല്ലെങ്കിലും മോഡി എന്ന ബലൂണിന് സൂചി കയറ്റിയെന്ന ഇന്ത്യക്ക് അവകാശപ്പെടാം. ആകെ മത്സരിക്കുന്ന 441 സീറ്റിൽ 400+ എന്ന വീരവാദം അപ്പാടെ വിഴുങ്ങേണ്ടി വന്ന ഗതികേട് മോഡിക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടും. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP ശക്തികൾക്കുള്ള ശക്തമായ താക്കീതാണ് ഇത്തവണ ഭാരതീയർ നൽകിക്കൊണ്ടിരിക്കുന്നത്. 441 സീറ്റിൽ 42 സീറ്റ് വെസ്റ്റ് ബംഗാളിലും, 23 സീറ്റിൽ തമിഴ്നാട്ടിലും, 17 സീറ്റിൽ തെലങ്കാനയിലും, 16 സീറ്റിൽ കേരളത്തിലും, 13 സീറ്റ് പഞ്ചാബിലും മത്സരിക്കുന്ന BJP 111 സീറ്റുകളിൽ ഇത്തവണ 11 കിട്ടിയാൽ അത് BJPയുടെ ഭാഗ്യം. എങ്ങനെ തിരിച്ചും മറിച്ചും കണക്ക് കൂട്ടിയാലും 400 സീറ്റുകളിൽ BJP എത്തുക എന്നത് ബാലികേറ മലയാണ്. 400 എന്ന വീരവാദം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുവാൻ മോഡിക്ക് നിർദ്ദേശം ലഭിച്ച സ്ഥിതിക്ക് വിവേകം തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. RSSന്റെയും BJPയുടെയും ബുദ്ധി കേന്ദ്രമായ നിതിൻ ഗഡ്കരി എന്ന മറാഠിയെ ഒതുക്കി മാറ്റിക്കൊണ്ട് 2 ഗുജറാത്തികൾ ഇന്ത്യയെ ഭിന്നിപ്പിച്ചപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയുടെ രക്ഷയ്ക്ക് എത്തുന്നതും ആ മറാഠി തന്നെ. കോൺഗ്രസും പ്രതിപക്ഷവും കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രവർത്തിച്ച ഗുജറാത്തികൾക്ക് മുന്നിൽ അടിപതറിയപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രക്ഷകനായി എത്തിയത് BJPയിൽ നിന്നൊരാൾ തന്നെ. 2019 തിരഞ്ഞെടുപ്പിലും 2014 തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനുള്ളിലെ നീക്കങ്ങൾ പുറത്തു ചോർത്തിക്കൊടുത്ത ജ്യോതിരാദിത്യ സിന്ധ്യ പോലുള്ളവരുടെയും ചില നേതാക്കളുടെ മക്കളുടെയും റോളുകൾ ഇന്നിപ്പോൾ BJPയിലെ അസംതൃപ്തരായ നേതാക്കളും കൂട്ടരും ഏറ്റെടുത്തിരിക്കുകയാണ്. രാമക്ഷേത്രം ഇത്ര തിരക്കു പിടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യരുത് എന്ന ഗഡ്കരിയുടെ ഉപദേശം കേൾക്കാതെ പണി പൂർത്തിയാക്കുന്നതിനു മുൻപേ മോഡി ഉദ്ഘാടനം ചെയ്തത് ഇനിയൊരു ഭരണം തനിക്ക് ലഭിക്കില്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതും ഒരു സംശയമായി നിൽക്കുന്നു. വസുന്ധര, പൃഥ്വിരാജ് ചൗഹാൻ, ഹരിയാനയിലെ ഖട്ടർ പോലുള്ള 2ാം നിര നേതാക്കന്മാരെ മൂലക്കിരുത്തിയതും ബുദ്ധിയുള്ള ചെറുപ്പക്കാർ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരാതിരിക്കുന്നതും മോഡി, അമിത്ഷാ, അച്യുതണ്ട് ഇളകുവാൻ ഒരു കാരണമായി. പ്രമോദ് മഹാരാജ്, ഗോപിനാഥ് മുണ്ടെ, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, മനോഹർ പരീഖർ എന്നിവരുടെ അകാലത്തിലെ മരണങ്ങൾ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഒട്ടേറെ ഗുണം ചെയ്തിട്ടുണ്ട്. ബുദ്ധിജീവി ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു വീരപുരുഷനായി മാറിയ നരേന്ദ്രമോദി രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞതെല്ലാം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ അലമ്പായി മാറുകയാണ്. മുസ്ലിം, പാകിസ്ഥാൻ, ജാതി, മതം, വെറുപ്പ്, വർഗീയം തുടങ്ങി എല്ലാ സ്ഥിരം നമ്പറുകളും ഇറക്കിയെങ്കിലും അദാനി, അംബാനി വിഷയം ഇറക്കിയത് എന്തുദ്ദേശാണ് എന്നത് ആർക്കും മനസ്സിലാകുന്നില്ല. പലരും കൂട്ടിയും കുറച്ചും നോക്കിയിട്ടും മനസ്സിലാകാത്ത വിഷയമായി അദാനി, അംബാനി വിഷയം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് BJPക്ക് കുറഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ പരാജയവും, ഒരു സീറ്റ് കോൺഗ്രസിന് കൂടിയാൽ അത് രാഹുൽ ഗാന്ധിയുടെ വിജയവുമായി കണക്കാക്കാം. അത്തരത്തിലായിരുന്നല്ലോ തള്ള്. BJP കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും നരേന്ദ്രമോദിയെ ഒരു മൂലക്കിരുത്തുവാൻ RSSും ശ്രമിക്കും. ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് പിൻസീറ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയേക്കാം. ഒരു സാധ്യത മാത്രം.